എന്റെയൊക്കെ ചെറുപ്പത്തിൽ ടെലഗ്രാം വരുന്ന മുമ്പ് തമിഴ് റോക്കേഴ്സ് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഇതിലാണ് എല്ലാ ക്യാമറ പ്രിന്റ് സിനിമയും വരാറുള്ളത്. ആ തമിഴ് റോക്കേഴ്സ് ഇപ്പൊ മാറ്റിയിട്ട് തമിഴ് MV എന്നാക്കിയിട്ടുണ്ട്. അവരൊരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഒരിക്കലും ഒഫീഷ്യലി ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആവാണ്ട് അവരുടെ വെബ്സൈറ്റിൽ അവർ ഇടാറുമില്ല, ഇട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇടില്ല എന്ന് അവർ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമതൊരു ഇല്ലീഗൽ വെബ്സൈറ്റ് ആണ്. അവരുടെ ഒരു മാന്യത പോലും അവരുടെ ഗവൺമെന്റിന് അവർക്കില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ 2013 തലൈവ സിനിമ കാണാൻ പോയപ്പോൾ ഫാൻ ഷോ കഴിഞ്ഞതും കേരളത്തിലില്ല തമിഴ്നാട്ടിൽ ആ സിനിമ നിർത്തിവെച്ചു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് റിലീസായത്. ഇതിനിടയിൽ കേരളത്തിൽ നിന്ന് ഷൂട്ട് ചെയ്ത ക്യാമറ പ്രിന്റ് സിനിമ തമിഴ്നാട്ടിൽ എല്ലാവരുടെയും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ സിനിമ ഇറങ്ങിയിട്ടും അതിന് കളക്ഷന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതാണ് വിജയ് ഫാൻസിന്റെ പവർ. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പ്രൊഡ്യൂസർ പറയും ബഡ്ജറ്റ് കുറവാണ്, അതുകൊണ്ട് ഒരു ദിവസം എങ്ങനെയെങ്കിലും 6 സീനൊക്കെ ചിലപ്പോൾ എടുക്കണം, 7 സീനൊക്കെ എടുക്കണം എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. ഒരു ദിവസത്തിൽ 6-7 സീനൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ടാസ്ക് ഉള്ള സംഭവമാണ്. ഒരു ഷോട്ടൊക്കെ ചിലപ്പോൾ 10 ടേക്കൊക്കെ പോയി എന്നും വരാം. അപ്പൊ ആ സീനും ഷോട്ടും റെഡി ആകുമ്പോൾ ക്രൂവിലുള്ള ആൾക്കാരെല്ലാവരും കയ്യടിക്കും. ആ കയ്യടി കാണുമ്പോൾ പേഴ്സണലി എനിക്ക് സന്തോഷം തോന്നാറുണ്ട്, ആർട്ടിസ്റ്റിന് സന്തോഷം തോന്നാറുണ്ട്. അവിടെ ക്രൂ കയ്യടിച്ചിട്ടുണ്ടെങ്കിൽ ആ തിയേറ്ററിലും കയ്യടി വീഴുന്നു ഉറപ്പാണ്. അതെല്ലാം ഇപ്പൊ ഇല്ലാണ്ടായിപ്പോയി. രാവിലെ 6 മണിയാകുമ്പോഴേക്ക് എങ്ങനെയായാലും ഷൂട്ടിംഗ് സ്പോട്ടിൽ എത്തിയിട്ട് ഷൂട്ട് തുടങ്ങി രാത്രി 12 മണി വരെ ഷൂട്ട് കഴിഞ്ഞ് പോയി വീണ്ടും അതേപോലെ രാവിലെ 6 മണിക്ക് എണീച്ച് വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു കഷ്ടപ്പാടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ സെൻസർ സ്ക്രിപ്റ്റ് വെളിയിൽ പോയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ചെറുപ്പം മുതൽ ഒരു 1000 തവണ ടിവിയിൽ ഗില്ലി ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ടും അത് റിലീസ് ചെയ്തിട്ട് ഫാൻ ഷോന് പോയിട്ട് ആഘോഷിച്ചിട്ട് തന്നെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ജനനായകൻ ലീക്ക് ആവുമ്പോ സിനിമ കാണാൻ തിയേറ്ററിൽ ആള് പോവില്ല എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയ്ക്ക് പവറാ ഞങ്ങൾ വിജയിക്കും വിജയ് ഫാൻസിനും.